Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. പനേപ്പള്ളി MMO VHSS സ്കൂളിൽ നവീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പനേപ്പള്ളി MMO VHSS സ്കൂളിൽ നവീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷന്റെ ഉദ്ഘാടനവും നടന്നു. ഇതോടൊപ്പം SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഖദീജാബായ് ബ്ലോക്കിന്റെ ഇനോഗ്രേഷൻ ഹൈബിയുടെ MP നിർവഹിച്ചു. ഖദീജ സൈദിന്റെ ഒരു കാലഘട്ടത്തിന് മുമ്പേയുള്ള ചിന്തയാണ്. ഒരുപക്ഷെ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ മുൻശ്രേണിയിലേക്ക് കടന്നു വരാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമെല്ലാം വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 34 സെന്റ് സ്ഥലം വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് KJ മാക്സി MLA നിർവഹിച്ചു. നിരന്തരമായ വിശ്രമമില്ലാത്ത ഇടപെടലുകളാണ് ആ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോഴത്തെ മാനേജർ സിയാദ് അദ്ദേഹം ഈ സ്കൂളിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് 10 വർഷങ്ങൾ പിന്നിരിക്കുക. 11 വർഷത്തിൽ കിടക്കുകയാണ്. 11 വർഷം കൊണ്ട് ഈ വിദ്യാലയത്തെ കൊച്ചിയിലെ പ്രമുഖ വിദ്യാലയത്തിൽ ഒന്നായി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ SSLC വിജയിച്ച കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം നടന്നിരിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച മാനേജ്മെന്റിനെയും അതുപോലെ ഹെഡ്മിസ്ട്രസ് ഷൈനെയും അതുപോലെ മറ്റ് അധ്യാപകരെയും ഒക്കെ ഞാൻ അവസരം അനുമോദിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കാനുള്ള അവസരമല്ല. കേരള ഉർദു മുജാഹിദീൻ എന്ന സംഘടന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, മാനേജർ സിയാദ് ഹുസൈൻ, പ്രധാനാധ്യാപിക VA ഷെയ്ൻ, സലീം ഷുക്കൂർ, PS ഹംസക്കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് അദ്ദേഹത്തിന് ആശയം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെയൊക്കെ സാറിന്റെ പരിധിയിലേക്ക് സാറിന്റെ ആശയങ്ങളോട് ചേർന്ന് സഞ്ചരിക്കുവാൻ പ്രാപ്തമാക്കേണ്ടതുണ്ട്. കാരണം സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഇതിൽ ഉയർന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാലഘട്ടത്തിൽ മുൻഗാമികളായ ആളുകൾ അവർ ഏറെ പ്രതീക്ഷയോട് കൂടി സ്ഥാപനം തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം നമ്മളെപ്പോലുള്ള ആളുകളിലേക്ക് വന്നപ്പോൾ ഒരു വിധത്തിലും അവർ നിരാശപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് പലരും നമ്മളോടൊപ്പം ഇല്ല, അവരെല്ലാം മരണപ്പെട്ടു പോയ ആളുകൾ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.